പാറ്റ അല്ല എന്ന് പറയുന്നവരല്ല എന്നൊന്ന് ഉറച്ചു പറഞ്ഞേ. നിങ്ങൾ പാറ്റയാണോ കോക്രോച്ച് ആണോ അല്ല എന്നുള്ളവർ ഒന്ന് ഉറച്ചു പറഞ്ഞേ. എനിക്ക് സംശയമായിട്ട് ചിലപ്പോഴും പാറ്റയാണോ ആണോ? ആ മിടുക്കി പറഞ്ഞു. ബാക്കി എല്ലാരും കൂടെ ഉറച്ചു പറഞ്ഞേ. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞേ അല്ല എന്ന്. പോരാ പോരാ, ശബ്ദം പോരാ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലേ? ചായ കിട്ടിയല്ലോ. നിങ്ങൾ ഈ രാജ്യത്തിന്റെ കരുത്തായ സിംഹങ്ങളാണ്, ദുർഗാദേവികളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന നാളുകൾ മികവിൻ്റെതാണ്. നിങ്ങളെ ലോകത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കും. അപ്പൊ അതിന് ചെയ്യാൻ ഉള്ള കാര്യം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കണം. ഏത് കോഴ്സ് പഠിക്കണമെന്ന് നിങ്ങളുടെ അയൽവാസി പറയും, അച്ഛൻ പറയും, ടീച്ചർ പറയും. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കോഴ്സ് ഏതാണ്, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തും പഠിക്കാം. എന്തും പഠിക്കാനുള്ള അവസരം എല്ലാ യൂണിവേഴ്സിറ്റികളിലുമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ യൂണിവേഴ്സിറ്റിയായ കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട്, ആരോഗ്യ സർവകലാശാലയിലുണ്ട്. അതിൽ നിങ്ങൾ എന്തു പഠിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, പഠിക്കുന്നതിൽ നിങ്ങൾ ടോപ്പ് ആകണം എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ടോപ്പ് ആയിട്ടുണ്ട് അല്ലേ? സ്കൂളില്, ക്ലാസ്സില് എല്ലാം ടോപ്പായിട്ടുണ്ട് അല്ലേ? അത് നിങ്ങൾക്ക് തുടരാൻ കഴിയും. അത് തുടർന്നു കഴിഞ്ഞാൽ നിങ്ങളെ പാറ്റകളെന്ന് വിളിക്കുന്ന ആളുകൾ പാറ്റകളെ പോലെ ഇല്ലാതാകും. ഈ മക്കളാണ്, ഈ മക്കളിലാണ് പ്രതീക്ഷ. ഈ മക്കളാണ് പ്രതീക്ഷ. ഈ മക്കൾ മാത്രമാണ് പ്രതീക്ഷ. സംഘപരിവാർ അജണ്ടയും തലയിൽ കയറ്റി നടക്കുന്ന മോഹനം കുന്നുമൽ എന്ന് പറയുന്ന ചാണകം സംഘി, ആ സംഘി വിദ്യാർത്ഥികള് ഞങ്ങള് പാറ്റകളല്ല എന്ന് പറയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയതാ. ഒരു കിട്ടിയും മിണ്ടിയില്ല. ഞങ്ങൾ പാറ്റകളല്ലെന്ന് അവര് പറഞ്ഞില്ല. ആവർത്തിച്ച് പറയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പറഞ്ഞില്ല. മിസ്റ്റർ ചാണക സംഘി, ഈ കുട്ടികളുടെ നട്ടല് പോലും തനിക്ക് ഇല്ലാതെ പോയല്ലടോ. നാടകമേ, എന്താ കരുതിയത് ഈ വിദ്യാർത്ഥികളെ കുറിച്ചിട്ട്? അവസാനം പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. എന്താണ്? നിങ്ങളെ പാറ്റകളെന്ന് വിളിച്ചവർ പാറ്റകളെ പോലെ ഇല്ലാതെയാകും. ആരാ പാറ്റകളെന്ന് വിളിച്ചത്? ആരാ ഈ പാറ്റകളെ ഉണ്ടാക്കിയത്? രാജ്യത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, ഈ പാറ്റകൾ എത്രയധികം അക്രമകാരികളാണ്. മീൻസ് അവരെ കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് അവര് തെളിയിച്ചു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന അടിച്ച് താഴെ ഇറക്കി. അതാണ് ആ വിദ്യാർത്ഥികള്. അഭിമാനമാണ് കേട്ടോ, അഭിമാനം. കാരണം ഒരു വൈസ് ചാൻസലർ, അധികാരമുണ്ട് ഒക്കെയുള്ള ഒരു വ്യക്തി തങ്ങളോട് നിരന്തരമായി ആവർത്തിച്ചാവശ്യപ്പെടുന്നു ഞങ്ങൾ പാറ്റകളല്ലെന്ന് പറയാൻ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, ഞങ്ങൾ പാറ്റകളല്ലെന്ന് വിദ്യാർത്ഥികളെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു വൈസ് ചാൻസലർ ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ ആ പാറ്റകളെ എത്രമാത്രം ഭയപ്പെടുന്നുണ്ട്. പാറ്റകൾ എന്ന് പറയുന്നത് അത്ര മോശം കാര്യങ്ങളൊന്നല്ല. ഈ ലോകത്ത് എന്തൊരു ജീവിയുണ്ടോ? ജീവി മാത്രമല്ല, ഈ ലോകത്തുള്ള എന്തും ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ സാധനങ്ങളാ. പാറ്റകളും അതുപോലെ ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായതാ. മനുഷ്യരെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ജീവിയാണ് പാറ്റ. പാറ്റ എന്ന് എഴുതുമ്പോ എന്തോ ഒരു ആവശ്യമില്ലാത്ത ഒരു വേസ്റ്റ്, അങ്ങനെയല്ല. പാറ്റയ്ക്കും അതിൻ്റെതായ ഫങ്ഷൻ ഈ ലോകത്തിന്റെ നിലനിൽപ്പിലുണ്ട് എന്നുള്ളതാണ്. അപ്പോ ആ കൂട്ടത്തിലേക്ക് വിദ്യാർത്ഥികൾ ഞങ്ങൾ പാറ്റകളാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു കാര്യം. ഈ വിദ്യാർത്ഥികളാണ് ധർമ്മേന്ദ്ര പ്രധാനെ പിടിച്ച് താഴെ ഇറക്കിയത്. ഈ വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് സംഘപരിവാരം മുട്ടുമടക്കിയത്. ഈ വിദ്യാർത്ഥികളെ സംഘപരിവാരം ഭയക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഭയം എന്താണുള്ളത്? ഒരു ക്യാൻവാസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ. തങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ,
തങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ, തങ്ങൾക്ക് കിട്ടുന്ന വേദികൾ ഒക്കെ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികളെ ഒന്ന് ക്യാൻവാസ് ചെയ്യാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ വിദ്യാർത്ഥികൾ ആരാണ് എന്ന് ഇപ്പോഴും ഈ ചാണക സംഘികൾക്ക് മനസ്സിലായിട്ടില്ല. വിദ്യാർത്ഥികള് ഈ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനമാണ്. അതിലൊന്നും നമുക്ക് ആർക്കും തർക്കമില്ല. അവരാണ് ഭാവി, അവരാണ് ഫ്യൂച്ചർ. നരേന്ദ്രമോദിയും അമിത്ഷായും ഈ മോഹനം കുന്നുമലൊക്കെ ദ പാസ്റ്റ്. അവർക്കാവില്ല, ഈ വിദ്യാർത്ഥികളോട് ഏറ്റുമുട്ടാൻ സാധിക്കില്ല. എന്തൊരു കുളിർമയേകുന്ന കാഴ്ച എന്നറിയോ? പറഞ്ഞു നോക്കുന്നുണ്ട്, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ കാര്യമില്ല. എന്റെ യൂണിവേഴ്സിറ്റിയാണ്, ഇവന്റെ തന്ത ഉണ്ടാക്കി വെച്ചതാണത് ഇവന്റെ യൂണിവേഴ്സിറ്റി ആകാൻ. എടാ അല്ലല്ലോ, അവിടെയുള്ള ഒരു വൈസ് ചാൻസലർ, അത് മാത്രമാണ് ഇവൻ. അതിനൊരു കാലമുണ്ട്, ഒരു പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങും. ഒരു കാര്യം ഉറപ്പാ, ഇവന്റെയൊന്നും ഈ ക്യാൻവാസിങ്ങിലൂടെ ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്, നമ്മളൊക്കെ ആദ്യം എല്ലാവരും പറഞ്ഞത് എന്താ? അവർക്ക് രാഷ്ട്രീയമല്ല, അരാഷ്ട്രീയരാണ്. എന്നാൽ അവരുടെ പൊളിറ്റിക്കൽ സെൻസിനെ വെല്ലാൻ ഇന്ന് ഈ രാജ്യത്ത് മറ്റൊരു വിഭാഗമില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ട് മാത്രമല്ലല്ലോ, പൊളിറ്റിക്കൽ സെൻസ് ഉണ്ട് എന്ന് മാത്രമല്ല, നട്ടെല്ലുണ്ട് അല്ലേ? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇവൻ RSSന്റെ ഒരു വേദിയില് ഈ ചെങ്ങാതി പറഞ്ഞത് എന്താണ്? വന്ദേമാതരം പാടാത്തവര് അമ്മയെ അറിയാത്ത ആളുകളാണ്. പക്ഷേ ഈ വന്ദേമാതരം പാടിയത് എപ്പോഴാ? ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15, അതായത് സ്വാതന്ത്ര്യദിനത്തിൽ. ഈ രാജ്യത്ത് 80ാമത്തെ സ്വാതന്ത്ര്യദിനമാണ് കഴിഞ്ഞ 15-ാം തീയതി ആഘോഷിച്ചത്. ഇതിനു മുൻപ് 79 തവണ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇവനൊന്നും തന്ത തള്ള ആരാണെന്ന് അറിയാത്തവരായിരുന്നു. ഇതിന്റെ കോമഡി എന്താന്ന് വെച്ചാല്, തള്ളയെ മാത്രമേ അറിയുള്ളൂ. തന്ത നരേന്ദ്രമോദി പറഞ്ഞില്ലേ, ആരാ? ഫാദർലാൻഡ്. ഇന്ത്യ മദർലാൻഡ് ആണെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അപ്പൊ തന്ത ആരാ? തന്ത ഫാദർലാൻഡ് എന്ന് വിശേഷിപ്പിച്ചില്ലേ അവര്? എന്ന് പറഞ്ഞാൽ തന്തയെ അറിയില്ല. തള്ളയെ തന്നെ അറിഞ്ഞത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15 മുതൽ. അതിനു മുമ്പ് ഇവനൊന്നും തള്ളയാരാണെന്ന് പോലും അറിയില്ലായിരുന്നു. അല്ലേ? അങ്ങനെ ഇതിനു മുമ്പ് തള്ളയെ അറിയുമായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് വന്ദേമാതരം പാടണമല്ലോ. ഇതിനു മുമ്പ് വന്ദേമാതരം പാടിയിട്ടുണ്ടോ? പാടിയിട്ടില്ല. എന്തേ? തള്ളയെ അറിയില്ലായിരുന്നു. ഇപ്പൊ ഇന്നെന്താ പ്രശ്നം? ഇന്ന് വിദ്യാർത്ഥികളൊക്കെ ഞങ്ങൾ പാറ്റകളല്ലെന്ന്, അതും ഈ പറയുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിലെ വിദ്യാർത്ഥികളോട്. അവർക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ വിളിച്ചു ചേർത്ത ഒരു അനുമോദന ചടങ്ങ്, അവർക്ക് ഈ അനുമോദനം ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവരങ്ങനെ ഒരു അനുമോദനം കിട്ടാൻ വേണ്ടിയോ അല്ല പഠിച്ചത്. അത് ഈ സമൂഹത്തിന്റെ ബാധ്യതയാ. എന്ത്? ഈ അപ്രീസിയേഷൻ നൽകുക എന്ന് പറയുന്നത്, അനുമോദിക്കുക എന്ന് പറയുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ അതിനു വേണ്ടിയാണോ പഠിച്ചത്? അല്ല. വിദ്യാർത്ഥികൾ പഠിച്ചതും മികവ് കാട്ടിയതും അവർ കഠിനാധ്വാനം ചെയ്തതും അവർക്ക് വേണ്ടിയാ. അവരിന്നും അത് ചെയ്തുകൊണ്ടിരിക്കുക. അവർ വർഷങ്ങൾ എടുത്തിട്ട് ഒരു നീറ്റ് പരീക്ഷയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ അവർ വർഷങ്ങളുടെ തയ്യാറെടുപ്പിൽ ഒരു മത്സര പരീക്ഷയ്ക്ക് പോകുന്നു. അവര് കഷ്ടപ്പെടാൻ തയ്യാറാ. പക്ഷേ ആ വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടിനെ മാനിക്കാത്ത ഒരു ഭരണകൂടം രാജ്യത്ത് നിലനിൽക്കുന്നു. എന്നിട്ട് ആ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ട് പറയാണ്, നിങ്ങളൊക്കെ പാറ്റകളല്ലെന്ന് പറയണം, സൗകര്യമില്ലെന്ന് വിദ്യാർത്ഥികൾ. എന്തൊരു കുളിർമയേകുന്ന കാഴ്ചയെന്നറിയാമോ? ആ വിദ്യാർത്ഥികളെങ്ങാനും ഒറ്റ സ്വരത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രതീക്ഷകൾ അത്രയും തകർന്ന് തരിപ്പണമായനെ. പറഞ്ഞില്ല വിദ്യാർത്ഥികൾ. കാരണം എന്താ? നല്ല പൊളിറ്റിക്കൽ സെൻസ് ആ വിദ്യാർത്ഥികൾക്കുണ്ട്. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞ വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൊളിറ്റിക്കൽ സെൻസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല പൊളിറ്റിക്കൽ സെൻസ് അവർക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? എന്താണെങ്കിലും
പാറ്റകളെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് സൂര്യകാന്ത് ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടമുണ്ടാകുമായിരുന്നില്ല, ഇങ്ങനെ ഒരു സമരമുണ്ടാകുമായിരുന്നില്ല, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒരുപക്ഷെ സംഭവിക്കുമായിരുന്നില്ല. അവിടെയാണ് ഒരൊറ്റ കമന്റ് കൊണ്ട് മാത്രം ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ഒരു വിഭാഗം വിദ്യാർത്ഥികള്. ഒരു കാര്യം ഉറപ്പാ, ഇതൊരു കമന്റ് കൊണ്ട് മാത്രം ഉണ്ടായതാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം വിദ്യാർത്ഥികള് അസ്വസ്ഥരായിരുന്നു. അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടേയിരുന്നപ്പോ, നിരന്തരമായി അത് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോ അവർ അസ്വസ്ഥരായിരുന്നു. ആ അസ്വസ്ഥത ഒരു ഘട്ടത്തിൽ അണപൊട്ടി ഒഴുകി എന്നുള്ളതാ. ഇന്നും സംഘ് പരിവാറിനൊരു ബോധ്യമുണ്ട്. എന്താണ്? ഈ വിദ്യാർത്ഥികൾ വലിയ അപകടകാരികളാണ്. കാരണം എന്താ? എസ്പെഷ്യലി വിദ്യാർത്ഥികള് അവരവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുന്നു, അവരുടെ ഭാവിക്ക് വേണ്ടി പോരാടുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വിദ്യാഭ്യാസ മേഖലയിലെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത് ചോദിച്ചു വാങ്ങാൻ അവർക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം രാജ്യത്തുണ്ട് എന്നുള്ളത് ഈ പറയുന്ന സംഘ് പരിവാറിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്, വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അത് തന്നെയാണ് ഈ മോഹനൻ കുന്നുമ്മലിന്റെ പ്രശ്നവും. മനസ്സിലായില്ലേ? സംഘി ഗവർണർ നിയമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആ കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്നതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലാതാനും. അപ്പോ പറഞ്ഞു വരുന്നത് ആ വിദ്യാർത്ഥികള് ഇന്നിപ്പോ വലിയ ചർച്ചയാവുന്നുണ്ട് കേട്ടോ. ഇന്നലെ നടന്ന സംഭവമാണ്. ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയകളിലും എല്ലായിടത്തും വലിയ ചർച്ചയാവുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കേരളത്തിന്റെ പൊതുസമൂഹം നൽകുന്നുണ്ട്. അവർക്ക് വേണ്ടി കൈയടിക്കുന്നുണ്ട്. അടിക്കണല്ലോ കൈ. ഇന്നല്ലെങ്കിൽ പിന്നെ എപ്പോഴാ നമ്മൾ കൈയടിക്കുക? നമ്മള് വിദ്യാർത്ഥികളെ അനുമോദിച്ചാൽ മാത്രം പോരാ, അവരുടെ ചില പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കൈയടിച്ചല്ലേ മതിയാകൂ. ആ കൈയടി ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ പറയുന്ന സംഘ് പരിവാർ സന്തത സഹചാരി, സംഘ് പരിവാറുകാരൻ, സംഘ് പരിവാറിന്റെ ചാണകസംഖി, ആ ചാണകസംഖിയുടെ എല്ലാ നീക്കങ്ങളെയും ആ വിദ്യാർത്ഥികള് ഒരൊറ്റ മൗനം കൊണ്ട്, അതാണ് പ്രത്യേകത. ഒരു മൗനം ചില സമയത്ത് നിശബ്ദത എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള അതൊരു പ്രതിഷേധമാണ് അല്ലേ? ആവർത്തിച്ച് പറയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ആ വിദ്യാർത്ഥികൾ മിണ്ടിയില്ല. ചോദിക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചില്ലേ, ചായ കുടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരുടെ മൗനം ചായ കുടിക്കാഞ്ഞിട്ടോ ഭക്ഷണം കഴിക്കാഞ്ഞിട്ടോ അല്ല. അവർ ചായ കുടിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നല്ല എനർജി ഉണ്ട്, നല്ല വിൽ പവർ ഉണ്ട് അവർക്ക്. പക്ഷേ അവർ ഞങ്ങൾ പാറ്റകളല്ല എന്ന് പറയാൻ തയ്യാറല്ല. കാരണം എന്താ? പാറ്റ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല എന്നുള്ളത് തന്നെയാണ്. പാറ്റകൾക്കും പലതും സാധിക്കുമെന്നുള്ള അവരുടെ കോൺഫിഡൻസ് അത് തന്നെയാണ് ആ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ആ മൗനം എന്താണ്? ഞങ്ങൾ പാറ്റകളാണ്, പാറ്റകളല്ല എന്ന് പറയിപ്പിക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോ അല്ല, ഞങ്ങൾ പാറ്റകളാണെന്നുള്ള മൗനം, യെസ്, അത് തന്നെയാണ് രാജ്യത്ത് ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടത്. പലരുടെയും മുന്നിൽ പണയം വെച്ച നട്ടല്, ആ നട്ടല് ആരൊക്കെ പണയം വെച്ചാലും ഞങ്ങൾക്കതുണ്ട് എന്ന് ഈ വിദ്യാർത്ഥികള് വിളിച്ചു പറയുന്ന ഒരു കാഴ്ച, എന്ത് സുന്ദരമായ കാഴ്ച. ഒരു ചാൻസലർ നാണം കെട്ടിട്ട് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന കാഴ്ച അല്ലേ? ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആ വിദ്യാർത്ഥികളെ കൊണ്ടത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, വിദ്യാർത്ഥികളെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഞാൻ VC ആണ്, എന്റെ യൂണിവേഴ്സിറ്റിയാണ്. എന്റെ യൂണിവേഴ്സിറ്റി അവന്റെ തന്ത ഉണ്ടാക്കി വെച്ചതാണല്ലോ, അവന്റെ യൂണിവേഴ്സിറ്റി അല്ലേ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്ന് ഈ വിദ്യാർത്ഥികൾ മാത്രമല്ല കേട്ടോ,
രാജ്യത്ത് എല്ലാ ഇടങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾ അത് തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല കാഴ്ചകളും നമ്മൾ രാജ്യത്ത് നിന്ന് കാണുന്നുണ്ട്.